Hi dears, welcome to A Dream BCom online class. Today we are discussing entrepreneurship, BCOS 185 entrepreneurship, unit 10 startup initiatives. ഓൺട്രപ്രണർഷിപ്പിൽ നിന്ന് നമ്മൾ പറയുന്നത് ഇന്നൊവേഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റീസിനെ പെർസ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുന്ന ബിസിനസ്സുകാരുടെ ബിസിനസ് ഐഡിയാസിനെ കുറിച്ചും അവരുടെ പ്രോജക്റ്റ് പ്രിപ്പറേഷനും ഇംപ്ലിമെൻറ്റേഷനും ഒക്കെയാണ്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് ഓൺട്രപ്രണേഴ്സ് വരുന്ന സമയത്ത് ചില ആളുകൾക്ക് പുതിയതായിട്ട് അവരുടെ സ്വന്തമായ ആശയങ്ങൾ ഉപയോഗിച്ച് പുതിയൊരു സംരംഭം തുടങ്ങുക എന്ന ആശയവുമായി വരുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. ചിലപ്പോൾ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ബിസിനസ് ആശയങ്ങളുള്ള വ്യക്തികളായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു നവീന ആശയം, അതാണ് പലപ്പോഴും ഈ സ്റ്റാർട്ടപ്പ് എന്നുള്ള ടേം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അവർ തുടങ്ങുന്നേ ഉള്ളൂ, ഏറ്റവും പുതിയതായി ഒരു ഐഡിയ കൊണ്ടുവരുന്നു, എന്നിട്ട് അവരൊരു ബിസിനസ് തുടങ്ങുന്നു. അതൊരു ബിസിനസ്സായി മാറണമെങ്കിൽ തന്നെ കുറച്ച് സമയമെടുക്കും. അങ്ങനെയുള്ള ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മളിപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിച്ച് കാണാറുണ്ട്. ഗവൺമെൻറ്റിൻ്റെ പല ഇൻസെൻറ്റീവ് സ്കീമുകളും അല്ലെങ്കിൽ പല സ്പോൺസേർഡ് സ്കീമുകളും വരുന്ന സമയത്ത് അതിൽ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രത്യേക കൺസിഡറേഷനൊക്കെ കൊടുക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ആ ഒരു ടേമിന് പ്രത്യേകിച്ചൊരു ഡെഫിനേഷനൊന്നും ആരും ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷേ പലരും അതിൻ്റെ ആ ഒരു ആശയങ്ങൾ മനസ്സിലാക്കി, എന്താണ് സ്റ്റാർട്ടപ്പ് എന്നുള്ളത് മനസ്സിലാക്കി അതാത് സ്ഥലങ്ങളിലെ സൗകര്യത്തിനനുസരിച്ച് ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2011 റൈസ് ഒരു ഡെഫിനേഷൻ നൽകിയിട്ടുണ്ട്. എ സ്റ്റാർട്ടപ്പ് ഈസ് എ ഹ്യൂമൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിസൈൻ ടു ഡെലിവർ എ ന്യൂ പ്രോഡക്റ്റ് ഓർ സർവീസ് അണ്ടർ കണ്ടീഷൻസ് ഓഫ് എക്സ്ട്രീം അൺസർട്ടനിറ്റി. ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, അവർ അൺസർട്ടനിറ്റി ഫേസ് ചെയ്യുന്നവരാണ്, അത് ബിയർ ചെയ്യുന്ന ആളുകളാണ്. കാരണം അവർക്ക് എല്ലായ്പ്പോഴും റിട്ടേണിനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള ഉറപ്പുമില്ല. ചിലപ്പോൾ ലാഭം ഉണ്ടായേക്കാം, അല്ലെങ്കിൽ നഷ്ടം വന്നേക്കാം, എന്തായാലും നമ്മൾ സഹിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ തന്നെ എക്സ്ട്രീം അൺസർട്ടനിറ്റി, അതിൻ്റെ ആ ഏറ്റവും ലാസ്റ്റ് എൻഡിലാണ് അൺസർട്ടനിറ്റിയുടെ. അത്രയും അനിശ്ചിതത്വത്തിലൂടെ കടന്നു പോകുന്ന ഒരു ബിസിനസ്സുകാരനാണ്. ഇറ്റ്സ് എ ഹ്യൂമൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. കുറച്ച് മനുഷ്യന്മാർ ചേർന്ന് ഓർഗനൈസ് ചെയ്തെടുക്കുന്ന ഒരു സ്ഥാപനമാണ്. എന്തിനാണ്? ഡിസൈൻ ടു ഡെലിവർ എ ന്യൂ പ്രോഡക്റ്റ് ഓർ സർവീസ്. പുതിയ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ പുതിയൊരു സർവീസ് ആളുകൾക്ക് ഓഫർ ചെയ്യാൻ വേണ്ടി, അത് ഡെലിവർ ചെയ്യാൻ വേണ്ടി അത്രയും അൺസർട്ടനിറ്റി സഹിച്ചുകൊണ്ട് രൂപീകരിക്കുന്ന ഒരു ഹ്യൂമൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മളുടെ സ്റ്റാർട്ടപ്പ് എന്നാണ് അഭിപ്രായപ്പെട്ടത്? റൈസ് 2011 അഭിപ്രായപ്പെട്ടത്. ദെൻ 2012 ബ്ലാങ്ക് ആൻഡ് ഡോർഫ് വേറൊരു ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട്. അവർ കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. മീനിങ് ഇതൊക്കെ തന്നെയാണ്. അതൊരു ഐഡിയൽ ബിസിനസ് മോഡലാണ്. അതൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ബിസിനസ്സായി മാറണമെങ്കിൽ ഒരുപാട് ഘട്ടങ്ങൾ കടന്നു പോകണം. എക്സ്പ്ലോറേറ്ററി ഫേസ്, എക്സിക്യൂഷൻ ഫേസ്, അങ്ങനെയൊക്കെ കടന്നു പോയി ഒരു എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ് ആയിക്കഴിഞ്ഞാൽ ആ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു. അതേപോലെ തന്നെ ഹാസ് മോർ ദാൻ 7 years, 7 വർഷത്തിൽ കൂടുതലായിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ തുടങ്ങിയിട്ട്. പക്ഷേ 7 വർഷം കഴിഞ്ഞിട്ടും അതൊരു ബിഗിനിങ് സ്റ്റേജിലാണെങ്കിൽ, അതൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബിസിനസ്സായി മാറിയിട്ടില്ല, ഇപ്പോഴും എന്താണ്, സ്റ്റിൽ ലുക്കിംഗ് ഫോർ എ വയബിൾ ബിസിനസ് മോഡൽ, അങ്ങനെയുള്ള ഒരു സംരംഭമാണെങ്കിൽ അതിനെ കൂടെ നമ്മൾ എന്തായി പരിഗണിക്കും? കൺസിഡർഡ് ആസ് എ സ്റ്റാർട്ടപ്പ്. അപ്പോൾ സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ള സ്റ്റേജ്, അത് ചിലപ്പോൾ വർഷങ്ങളായിരിക്കാം. എങ്കിൽ കൂടിയും ആ ബിസിനസ്സിനെ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? സ്റ്റാർട്ടപ്പായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ബിസിനസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പുതിയൊരു പ്രൊഡക്റ്റോ പുതിയൊരു സർവീസോ ആയിരിക്കും. അത് അത്രയും അൺസർട്ടനിറ്റി ഫേസ് ചെയ്യുന്നതായിരിക്കും. അവരെ മാക്സിമം നല്ല രീതിയിൽ ഗ്രോത്തോടു കൂടി ഒരു ബിസിനസ്സായി മാറാൻ ആഗ്രഹിക്കുന്നവരുമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നമ്മൾ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് എന്നുള്ള ടേമിന് ഡെഫിനേഷനൊക്കെ നൽകിയിട്ടുള്ളത് സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്നുള്ളൊരു പ്രോഗ്രാമിന് കീഴിലാണ്. ഇന്ത്യൻ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്ത, ഈ സ്റ്റാർട്ടപ്പിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സ്കീമാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്ന് പറയുന്നത്. ആ സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഗവൺമെൻറ്റിൻ്റെ
അവരുടെ കൺട്രോളിലുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം, അതിൽ അവർ പറഞ്ഞിട്ടുള്ള ഐഡിയ. സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ ആ ബിസിനസ് എങ്ങനെയൊക്കെ ആയിരിക്കും, ഒരു 4 ഫീച്ചേഴ്സാണ് അതിൽ മെയിനായിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്ന്, ഇറ്റ് മസ്റ്റ് ബി രജിസ്റ്റേർഡ് ആസ് എ പ്രൈവറ്റ് ഓർഗനൈസേഷൻ ഓർ പ്രൈവറ്റ് കമ്പനിയോ ഇൻസ്റ്റിറ്റ്യൂഷനോ എന്തോ ആയിക്കോട്ടെ, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഓർ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടത്? പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, LLP, അതായത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഓർ നോർമൽ പാർട്ട്ണർഷിപ്പ്, അങ്ങനെ ആയിരിക്കണം അതിൻ്റെ രജിസ്ട്രേഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടത്. രണ്ടാമത്തെ ഫീച്ചറായിട്ട് പറയുന്നത് അപ് ടു 10 years ഫ്രം ദ ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഡേറ്റ് മുതൽ 10 വർഷം വരെ നമ്മൾ അവരെ എന്തായി കൺസിഡർ ചെയ്യുന്നു? ഒരു സ്റ്റാർട്ടപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നു. ദെൻ ടേൺ ഓവർ ഹാസ് നോട്ട് എക്സീഡ് 100 crores. ഒരു വർഷത്തെയും, ഇപ്പോൾ ഇത് തുടങ്ങിക്കഴിഞ്ഞ് 1-2 വർഷം കഴിയുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അതിൻ്റെ ടേൺ ഓവർ 100 yearsലും കൂടുതലായി എന്ന് വിചാരിക്കാം, അതിൻ്റെ ആ സ്റ്റാർട്ടപ്പ് എന്നുള്ള സ്റ്റാറ്റസ് പോവും. അപ്പോൾ 100 crores കൂടാൻ പാടില്ല. മാക്സിമം നമ്മൾ 10 വർഷമൊക്കെയാണ് അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നത്. 10 years ആഫ്റ്റർ ഇൻകോർപ്പറേഷൻ നമ്മൾ അതിനെ സ്റ്റാർട്ടപ്പായി കൺസിഡർ ചെയ്യും. പക്ഷേ അതിനു മുന്നേ തന്നെ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അവരുടെ ടേൺ ഓവർ 100 crores കൂടുതലായിട്ടുണ്ടെങ്കിൽ പിന്നീട് അവർ സ്റ്റാർട്ടപ്പ് അല്ല. അപ്പോൾ 100 crores കൂടരുത്. ദെൻ നാലാമതായി പറയുന്നത് എന്താ? ഇറ്റ് മസ്റ്റ് ബി എ സ്കെയിലബിൾ ബിസിനസ്. അതായത് ഇഫ് ഇറ്റ് ഈസ് വർക്കിംഗ് ടുവേർഡ്സ് ഇന്നോവേഷൻ, അത് ഒരു നവീന ആശയവുമായി വരുന്നതാണ്, പുതിയൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ പുതിയൊരു സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്ത് ഇംപ്രൂവ് ചെയ്ത് എന്താവണം? നല്ല പ്രോഡക്റ്റ്, ഏറ്റവും നല്ല രീതിയിലുള്ള പുതിയ രീതിയിലുള്ള, അതായത് ഇന്നോവേഷൻ എന്ന് പറയുമ്പോൾ നവീന ആശയത്തിലുള്ള പ്രോഡക്റ്റ്, അല്ലെങ്കിൽ നിലവിലുള്ള പ്രോഡക്റ്റിനെ ഒന്നുകൂടെ നന്നായി വികസിപ്പിച്ചെടുത്ത് പുതിയൊരു പ്രോഡക്റ്റാക്കി മാറ്റിയത്, അല്ലെങ്കിൽ സർവീസ് ഓഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ അതൊരു സ്കെയിലബിൾ ബിസിനസ് ആയിരിക്കണം. ആൻഡ് മസ്റ്റ് ജനറേറ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ കപ്പാസിറ്റി വേണം. ആളുകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു സാധ്യത ആ ബിസിനസ്സിലൂടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അത് നല്ല നവീന ആശയങ്ങളുള്ള ഒരു പ്രോഡക്റ്റും സർവീസും ഒക്കെ ഓഫർ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും ആയിരിക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഡെഫിനേഷൻസ് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ ആശയങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് നല്ല ടെക്സ്റ്റിൽ ബോൾഡ് ലെറ്റേഴ്സിൽ കൊടുത്തിട്ടുണ്ട്. 217 പേജിൽ നമുക്കൊരു സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 പോയിന്റും ആഡ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ആൻ ഇന്നോവേറ്റീവ് ഫേം ദാറ്റ് ഡെവലപ്സ് ഓർ ഓഫേഴ്സ് innovative product, process or service. In addition to innovative product and service, startup usually exhibit several characteristics such as sustainable business model, ഫാസ്റ്റ് ഗ്രോത്ത് ആൻഡ് ഏർലി സ്റ്റേജ് ഓഫ് ബിസിനസ്. ഈ ആശയങ്ങളെല്ലാം നമ്മളൊരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. ഒന്നുകിൽ ഏറ്റവും നവീന ആശയമുള്ള ഒരു പ്രൊഡക്റ്റോ സർവീസോ പ്രോസസ്സോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിലവിലുള്ള പ്രോഡക്റ്റിന് പുതിയ പുതിയ മാനങ്ങൾ എന്നൊക്കെ നമ്മൾ പറയും, പുതിയ പുതിയ വേർഷൻസ് അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള ഡൈവേഴ്സിഫൈഡ് യൂട്ടിലൈസേഷൻസ് ഒക്കെ കൊണ്ടുവരുന്ന രീതിയിലുള്ള ആശയങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നവരായിരിക്കണം. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ അതിലൊരു ക്ലോസ് ആഡ് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും നിലവിലുള്ള ഒരു ബിസിനസ്സിൻ്റെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഒരു പോർഷനോ, അല്ലെങ്കിൽ നിലവിലുള്ള ബിസിനസ് നമ്മൾ ഒരു റീകൺസ്ട്രക്റ്റ് ചെയ്തെടുത്തിട്ടോ ഒന്നും നമ്മൾക്ക് എന്താക്കാൻ കഴിയില്ല, സ്റ്റാർട്ടപ്പ് ആക്കാൻ കഴിയില്ല. കാരണം അതൊരു എക്സിസ്റ്റിംഗ് ബിസിനസ്സാണ്. അത് പൂട്ടിക്കഴിഞ്ഞാൽ അതിനെ ഒന്ന് പുനരാവിഷ്കരിക്കുക, അതിനെ ഒന്ന് എന്തെങ്കിലും ക്യാപിറ്റൽ സ്ട്രക്ചറിലോ പ്രോഡക്റ്റ് ഓഫറിങ്ങിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തി നമ്മളൊന്ന് റീഡിസൈൻ ചെയ്തെടുത്താലും അത് ഏത് സ്റ്റാറ്റസിലേക്ക് എത്തില്ല, സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന സ്റ്റാറ്റസിലേക്ക് എത്തുന്നില്ല. അപ്പോൾ സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും എന്തായിരിക്കണം, ഒരു ന്യൂ വെഞ്ചർ ആയിരിക്കണം. സോ സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തതിലൂടെയാണ് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്തിനുള്ള തുടക്കം കുറിച്ചത്. നമ്മുടെ നാട്ടിൽ പുതിയ പുതിയ സ്റ്റാർട്ടപ്പിനെ ഏറ്റവും സ്യൂട്ടബിൾ ആയ ഒരു എക്കോസിസ്റ്റം പ്രൊവൈഡ് ചെയ്യുക, നർച്ചറിങ് ഇറ്റ്സ് ഡെവലപ്മെൻറ്റ്, സ്റ്റാർട്ടപ്പുകളെ വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തത്. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഓൺ
16th January 2016 2016 ജനുവരി 16-ാം തീയതിയാണ് ഇത് ലോഞ്ച് ചെയ്തത്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ് എ 19-point ആക്ഷൻ പ്ലാൻ. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു സെക്ടറിനെ സഹായിക്കാൻ വേണ്ടി 19 പോയിന്റുകളുള്ള ഒരു ആക്ഷൻ പ്ലാൻ ആണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ എക്സ്പ്ലെയിൻ ചെയ്ത പോയിന്റുകൾ കറക്റ്റായി ഫോളോ ചെയ്താൽ അല്ലെങ്കിൽ ആ വിവിധ തരം പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ നാട്ടിൽ ഓർഗനൈസ് ചെയ്യപ്പെടുന്ന സ്റ്റാർട്ടപ്പുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം. അപ്പൊ ആ സ്റ്റാർട്ടപ്പ് ഇന്ത്യയിലെ ഈ 19-point ആക്ഷൻ പ്ലാനിനെ 3 ഏരിയയായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ പ്ലാനിൽ പ്രധാനമായി 3 ഏരിയ ആണുള്ളത്. ഒന്ന് സിംപ്ലിഫിക്കേഷൻ ആൻഡ് ഹാൻഡ് ഹോൾഡിംഗ്. നമ്മൾ ആ ഫസ്റ്റ് സ്റ്റേജ് നമുക്ക് സ്റ്റാർട്ടപ്പിലേക്ക് കടന്നു വരുന്ന ഓൺട്രപ്രണേഴ്സിന് അവർ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ സിംപ്ലിഫൈ ചെയ്യാം. അവരെ നമ്മളിപ്പോൾ ചെറിയ കുട്ടികളെ കൈപിടിച്ച് നടത്താൻ പഠിക്കില്ലേ, അതേപോലെ അവരെ കൈപിടിച്ചുയർത്തുന്ന ആ ഒരു ഫസ്റ്റ് സ്റ്റേജ്, പ്രിലിമിനറി സ്റ്റേജ്, അതാണ് സിംപ്ലിഫിക്കേഷൻ ആൻഡ് ഹാൻഡ് ഹോൾഡിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത് ഫണ്ടിങ്, സപ്പോർട്ട് ആൻഡ് ഇൻസെന്റീവ്സ്. അവർക്ക് അവരുടെ ബിസിനസ്, ആ സ്റ്റാർട്ടപ്പ് കൃത്യമായി കൊണ്ടു നടക്കാനുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക, ഫണ്ടിങ് അസിസ്റ്റൻസ്, സപ്പോർട്ട് കൊടുക്കുക. ദെൻ ഇൻഡസ്ട്രി, അക്കാദമിയ, പാർട്ട്ണർഷിപ്പ് ആൻഡ് ഇൻക്യുബേഷൻ. നമ്മൾ എന്ത് ചെയ്യുന്നു, അവർക്ക് ആ ഒരു പ്രിലിമിനറി സ്റ്റേജ് ഓവർകം ചെയ്യാനുള്ള ഒരു ഇൻഡസ്ട്രി എന്നുള്ള രീതിയിലേക്ക് എത്തണമല്ലോ. അതിനുവേണ്ടി നമ്മളൊരു അവരുമായി സഹകരിക്കുക, പാർട്ട്ണർഷിപ്പിലൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇൻക്യുബേഷൻ കൊടുക്കുക. അതായത് അവർക്ക് ഫസ്റ്റ് സ്റ്റേജ് കവർ ചെയ്യാനുള്ള എല്ലാ പ്രാഥമിക സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക. ചിലപ്പോൾ അവർക്കൊരു ബിസിനസ്സിന്റെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരിക്കില്ല, ലാബ് ഫെസിലിറ്റീസ് ഉണ്ടാവില്ല, ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ വേണ്ട പ്രിലിമിനറി പ്ലാന്റ് ഫെസിലിറ്റി ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 4-5 വർഷത്തേക്കൊക്കെ അതെല്ലാം, ആ സൗകര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ബിൽഡിങ്ങുകൾ അവർക്ക് വാടകയ്ക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ചെറിയ ടേംസിൽ എന്തെങ്കിലും ലീസിനോ അങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഇൻക്യുബേഷൻ നടത്താം. പിന്നീട് അവരൊരു ബിസിനസ്സായി അവരുടെ യൂണിറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളുമായിട്ടുള്ള അവരുടെ റിലേഷൻ കഴിഞ്ഞു, നമ്മൾ വേറെ പുതിയ ആളുകൾക്ക് നമ്മളുടെ ഈ പ്ലേസ് അല്ലെങ്കിൽ ആ ഒരു ഫാക്ടറി വേറെ ആളുകൾക്ക് ഇൻക്യുബേറ്റർ ആയി കൊടുക്കും. അപ്പൊ അങ്ങനെ ഒരുപാട് സ്റ്റേജുകൾ, 3 സ്റ്റേജുകളിലൂടെയാണ് നമ്മൾ ഈ 19-point ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഏത് സ്കീമില്? സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കീമില്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ ആൻഡ് ഹാൻഡ് ഹോൾഡിംഗ് എന്ന് പറയുന്ന ആ സ്റ്റേജില് 6 പോയിന്റ് ആക്ഷൻ ആണ്. 6 ആക്ഷൻസ് ആണ് അതിലൂടെ. ഓരോ ആക്ഷനും ഓരോ ഉദ്ദേശമുണ്ട്. അതിലെ ഫസ്റ്റ് ആക്ഷൻ പ്ലാൻ എന്താ? കംപ്ലയൻസ് റെജിം ബേസ്ഡ് ഓൺ സെൽഫ് സർട്ടിഫിക്കേഷൻ. അതായത് നമ്മൾ ഒരു സ്റ്റാർട്ടപ്പായി രൂപീകരിക്കുന്ന സമയത്ത് ഒരുപാട് ലീഗൽ പ്രൊസീഡിങ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അതൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ റെഗുലേറ്ററി ബർഡൻ കുറയ്ക്കാൻ വേണ്ടി അവർക്ക് തന്നെ എന്തിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്? സെൽഫ് സർട്ടിഫിക്കേഷൻ. Allowing them to focus on their core business and keep compliance cost low. അതായത് അല്ലെങ്കിൽ ഇവരുടെ ശ്രദ്ധ മുഴുവൻ ഇതൊരു സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ രജിസ്റ്റർ ചെയ്തെടുക്കാൻ എന്തെല്ലാം ചെയ്യണം, എന്തൊക്കെ നിയമ നടപടികൾ ഫോളോ ചെയ്യണം എന്നുള്ളതിലേക്ക് കൂടുതൽ എൻഗേജ്ഡ് ആയിപ്പോകും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി അവരുടെ ബിസിനസ്സിൽ ശ്രദ്ധിച്ചോട്ടെ, കൂടുതൽ ശ്രദ്ധിച്ചോട്ടെ എന്ന് സഹായിക്കാൻ ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ സെൽഫ് സർട്ടിഫിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഫസ്റ്റ് പ്ലാന് നടപ്പിലാക്കുന്നത്. രണ്ടാമത്തെ ആക്ഷൻ പ്ലാൻ എന്താ? സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഹബ്ബ്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഹബ്ബുകൾ രൂപീകരിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റാർട്ടപ്പുകളെ കുറിച്ചിട്ടുള്ള എല്ലാ എൻക്വയറിയും ആ ഒരു ഒറ്റ പെർട്ടിക്കുലർ സ്റ്റേഷനിലേക്ക് മതി. ഒരു എന്താവശ്യത്തിനാണെങ്കിലും നമുക്ക് എന്ത് ചെയ്താൽ മതി? എൻ്റയർ സ്റ്റാർട്ടപ്പ് ക്യാൻ കോണ്ടാക്ട് ടു എ സിംഗിൾ പോയിന്റ്. ഈ ഹബിനെ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി. ദെൻ മൂന്നാമതായി പറയുന്നത് എന്താ? റോളിംഗ് ഔട്ട് ഓഫ് മൊബൈൽ ആപ്പ് ആൻഡ് പോർട്ടൽ. സ്റ്റാർട്ടപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്പുകളും പോർട്ടലുകളും റൺ ചെയ്തു കൊടുക്കാം. എന്തിനു വേണ്ടിയാണ്? ടു സെർവ് ആസ് സിംഗിൾ പ്ലാറ്റ്ഫോം ഫോർ സ്റ്റാർട്ടപ്പ് ഫോർ ഇന്ററാക്ടിങ് വിത്ത് ഗവൺമെന്റ് ആൻഡ് റെഗുലേറ്ററി. അപ്പൊ അവരെ കുറിച്ചിട്ടുള്ള അവർക്ക് നിർദ്ദേശങ്ങൾ, അതായത് അവർക്ക് ഫോളോ ചെയ്യുന്ന കുറെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ അവർക്ക് ഡയറക്റ്റ് ആയി കിട്ടാനും ഗവൺമെന്റുമായോ മറ്റു ഭരണാധികാരികളുമായോ ഇന്ററാക്ട് ചെയ്യാനും ദെൻ അവരുടെ ആ കാര്യങ്ങൾ നിയമവശങ്ങളൊക്കെ മനസ്സിലാക്കാനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? അവർക്കൊരു മൊബൈൽ ആപ്പ്
അല്ലെങ്കിൽ പോർട്ടൽ റോൾ ചെയ്ത് കൊടുക്കുക. ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ആൾ ബിസിനസ് നീഡ്സ് ആൻഡ് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് എമംഗ് വാരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തവർക്കെല്ലാം അവർക്ക് ആ ഒരു പോർട്ടലിലൂടെ ഇൻഫർമേഷൻ എക്സ്ചേഞ്ചും പോസിബിൾ ആവുന്നുണ്ട്. നാലാമത്തെ പ്ലാൻ എന്താ പറയുന്നത്? ലീഗൽ സപ്പോർട്ട് ആൻഡ് ഫാസ്റ്റ് ട്രാക്കിംഗ് പാറ്റന്റ് എക്സാമിനേഷൻ അറ്റ് ലോവർ കോസ്റ്റ്. വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ അവർക്ക് നിയമപ്രകാരമായിട്ടുള്ള സഹായങ്ങൾ കൊടുക്കുക. അവർക്ക് പാറ്റന്റ്, അവർ പുതിയൊരാശയം കൊണ്ടുവരുന്നവരാണ്. അപ്പോൾ അവർക്ക് ആ പ്രൊഡക്ഷൻ്റെയോ അല്ലെങ്കിൽ സർവീസ് റെൻഡറിങ്ങിൻ്റെയോ പ്രോസസ്സോ മോഡലോ എന്തെങ്കിലും പാറ്റന്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട നിയമസഹായങ്ങൾ നൽകാം. To promote awareness and adoption of IPRS by startup and facilitate them in protecting and commercializing the IPRS. അവരുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, IPRS എന്ന് പറയുമ്പോൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അവർ പ്രൊട്ടക്ട് ചെയ്ത് വെക്കാൻ വേണ്ടി അവർക്ക് വേണ്ട നിയമസഹായങ്ങൾ നൽകുക. ദെൻ അഞ്ചാമത്തെ പോയിന്റിൽ പറയുന്നത് റിലാക്സ്ഡ് നോംസ് ഓഫ് പബ്ലിക് പ്രൊക്യൂർമെന്റ് ഫോർ സ്റ്റാർട്ടപ്പ്. ഇവർക്ക് മാനുഫാക്ചറിങ് സെക്ടറിലൊക്കെയുള്ള സാധാരണ ഏത് ബിസിനസ് സ്ഥാപനങ്ങളുടെയും പോലെ ഒരു പ്ലേസ് അവർക്കും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതല്ലാതെ എക്സ്പീരിയൻസ്ഡ് ഓൺട്രപ്രണേഴ്സിനോ അല്ലെങ്കിൽ പബ്ലിക് പ്രൊക്യൂർമെന്റ് ഉള്ള കമ്പനീസിനോ ഒരു സവിശേഷമായ സ്റ്റാറ്റസ് ഇവർക്ക് അതില്ലായ അങ്ങനെയല്ല, അവർക്കൊരു ഈക്വൽ പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യാം. ദെൻ ആറാമത്തെ പോയിന്റ്, അപ്പോൾ 3 ഏരിയ ആയിട്ടാണ് 19 ആക്ഷൻ പ്ലാനിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിലെ ഫസ്റ്റ് ഏരിയ സിംപ്ലിഫിക്കേഷൻ ആൻഡ് ഹാൻഡ് ഹോൾഡിംഗ് ആണ്. അതിൽ 6 ആക്ഷൻ പ്ലാൻ ആണ് ചെയ്യുന്നത്. 5 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആറാമത്തേതാണ് ഫാസ്റ്റർ എക്സിറ്റ് ഫോർ സ്റ്റാർട്ടപ്പ്. ഏതെങ്കിലും ഒരു സ്റ്റാർട്ടപ്പായി തുടങ്ങി പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യാൻ വയ്യ അല്ലെങ്കിൽ അത് പ്രാക്ടിക്കൽ ആവില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഈസിയായി വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സൗകര്യം, എക്സിറ്റിന് പുറത്ത് പോകാനുള്ള സൗകര്യം. ദാറ്റ് മീൻസ് ടു മേക്ക് ഇറ്റ് ഈസിയർ ഫോർ സ്റ്റാർട്ടപ്പ് ടു വൈൻഡ് അപ്പ്. അവർ പ്രൈവറ്റ് കമ്പനി ആയിട്ടാണല്ലോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ LLP അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ്. അപ്പോൾ അവർക്ക് അത് വേണമെങ്കിൽ വളരെ പെട്ടെന്ന് അടച്ചു പൂട്ടാനുള്ള സഹായവും ചെയ്തു കൊടുക്കാം. അത്രയുമാണ് ഫസ്റ്റ് സ്റ്റേജിൽ. ഇനി രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് എന്താ? ഫണ്ടിങ് സപ്പോർട്ട് ആൻഡ് ഇൻസെന്റീവ്സ്. അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് ക്രിയേഷനും ഫണ്ട് മാനേജ്മെന്റിനും ഇൻസെന്റീവ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യാനുള്ള പദ്ധതികൾ. അതിൽ വരുന്ന ആക്ഷൻ പ്ലാൻസ് എന്ന് പറയുന്നത്, ഒന്ന് പ്രൊവൈഡിങ് ഫണ്ടിങ് സപ്പോർട്ട് ത്രൂ എ ഫണ്ട് ഓഫ് ഫണ്ട്സ് വിത്ത് എ കോർപ്പസ് ഓഫ് INR 10,000 crore. അതിന്റെ ലക്ഷ്യം എന്താ? ടു പ്രൊവൈഡ് ഫണ്ടിങ് സപ്പോർട്ട് ഫോർ ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ഓഫ് ഇന്നോവേഷൻ ഡ്രിവൺ എന്റർപ്രൈസസ്. നവീന ആശയങ്ങളുള്ള സംരംഭങ്ങളെ സഹായിക്കാൻ വേണ്ടി ഫണ്ട് പ്രൊവൈഡ് ചെയ്യാം. രണ്ടാമതായി പറയുന്നത് എന്താ? എട്ടാമത്തെ ആക്ഷൻ പ്ലാൻ ക്രെഡിറ്റ് ഗ്യാരണ്ടി. ഇവര് വേറെ വല്ല സ്ഥാപനങ്ങളിൽ നിന്ന് ലോണൊക്കെ എടുക്കുന്ന സമയത്ത് ഇവർക്ക് എന്ത് കൊടുക്കുക? ഗ്യാരണ്ടി കൊടുക്കുക. എന്തിനു വേണ്ടിയാണ്? ഇവരുടെ ഓൺട്രപ്രണർഷിപ്പ് വളരെ വേഗം വളരാൻ വേണ്ടി അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത്. ദെൻ പിന്നെ വരുന്നത് ഏതാ? ഫണ്ട് ഫോർ സർപ്ലസ്, അതായത് ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ഫോർ സ്റ്റാർട്ടപ്പ്. അതാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ഒമ്പതാമത്തേത് ടാക്സ് എക്സംഷൻ ഓൺ ക്യാപിറ്റൽ ഗെയിൻസ്. ഈ സ്റ്റാർട്ടപ്പുകൾക്ക് എന്തെങ്കിലും ക്യാപിറ്റൽ ഗെയിനുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് നാച്ചുറൊക്കെ, അതായത് അവരുടെ ആ പോളിസിയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് ടാക്സ് എക്സംഷൻസ് കൊടുക്കാറുണ്ട്. അപ്പൊ എന്തെങ്കിലും ക്യാപിറ്റൽ അസറ്റ്സ് ഒക്കെ സെയിൽസ് നടത്തുന്ന സമയത്ത് ഇവർക്കുണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിൻസ് അത് അവർ വേറെ നല്ല വല്ലതിലും ഇൻവെസ്റ്റ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചാണ് അതിനെ ടാക്സിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുന്നത്. ദെൻ പത്താമത്തെ പ്ലാൻ ടാക്സ് എക്സംഷൻ ടു സ്റ്റാർട്ടപ്പ് ഫോർ 3 years. 3 വർഷത്തേക്ക് ഇവർക്ക് എന്ത് ചെയ്യേണ്ട? നികുതി അടയ്ക്കേണ്ട. 3 വർഷത്തേക്ക് അവർക്ക് നികുതി ഇളവ് പ്രഖ്യാപിക്കുന്നുണ്ട്. കാരണം അവർക്ക് കിട്ടുന്ന വരുമാനം അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റിന് ചിലപ്പോൾ പ്രോപ്പറായിട്ട് തികയുന്നുണ്ടാവില്ല. അപ്പോൾ നികുതി എന്നുള്ള ബർഡൻ കൂടെ അവർക്ക് വേണ്ട എന്നുള്ള രീതിയിൽ 3 വർഷം ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ടാക്സ് എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. ദെൻ 11ാമത്തെ പ്ലാനിൽ, അതായത് രണ്ടാമത്തെ ഏരിയയിലെ ലാസ്റ്റ് പ്ലാനാണ് 11, ടാക്സ് എക്സംഷൻ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എബവ് ഫെയർ മാർക്കറ്റ് വാല്യൂ.
ടു എൻകറേജ് സീഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ സ്റ്റാർട്ടപ്പ്. അതായത് ഇവര് സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് നൽകുകയാണെങ്കിൽ അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റുകൾക്ക് നമ്മൾ എന്ത് ചെയ്തു കൊടുക്കുന്നു? ടാക്സ് ഇളവ് ചെയ്തു കൊടുക്കുന്നു, ഒഴിവാക്കി കൊടുക്കുന്നു നികുതി. ദെൻ മൂന്നാമത്തെ സ്റ്റേജ് നമ്മൾ എന്താ പറഞ്ഞത്? 19 പോയിന്റ് ആക്ഷൻ പ്ലാനിനെ 3 ഏരിയയായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരുന്നത്. അതിൽ മൂന്നാമത്തെ ഏരിയ ആണ് ഇൻഡസ്ട്രി അക്കാദമിയ പാർട്ട്ണർഷിപ്പ് ആൻഡ് ഇൻക്യുബേഷൻ. അവർക്ക് വേണ്ട ബേസിക് സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ നൽകിക്കൊണ്ട് അവരുടെ ആ ഫസ്റ്റ് സ്റ്റേജിനെ സഹായിക്കാം. അതിൽ ഏറ്റവും ആദ്യമായി നമ്മൾ 12ാമത്തെ പോയിന്റ് മുതലാണ് മൂന്നാമത്തെ ഏരിയ തുടങ്ങുന്നത്. ഏറ്റവും ആദ്യമായി നമ്മൾ ചെയ്യുന്നത് എന്താ? ഓർഗനൈസിംഗ് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റ് ഫോർ ഷോക്കേസിംഗ് ഇന്നോവേഷൻ ആൻഡ് പ്രൊവൈഡിംഗ് എ കൊളാബറേഷൻ പ്ലാറ്റ്ഫോം. ഫെസ്റ്റുകൾ നടത്തുക, സ്റ്റാർട്ടപ്പുകളുടെ ഫെസ്റ്റുകൾ. അപ്പൊ ഇതിൽ ഇവർക്ക് പരസ്പരം ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിലൂടെ പരസ്പരം കൊളാബറേറ്റ് ചെയ്യാനും പുതിയ പുതിയ ആശയങ്ങൾ അവർക്ക് മനസ്സിലാവാനും സ്ഥാപനങ്ങൾക്കിടയിൽ ഒരു അവരുടേതായ ഐഡിയ എക്സ്ചേഞ്ച് നടത്താനും ഒക്കെയുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കുക. അതിന്റെ ഒബ്ജക്റ്റ് പറയുന്നത് ടു ഗാൽവനൈസ് ദ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ആൻഡ് ടു പ്രൊവൈഡ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ വിസിബിലിറ്റി ടു ദ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഇൻ ഇന്ത്യ. അപ്പൊ ഇന്ത്യയിൽ നടത്തിയ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റ് ആണ് എന്ന് പറഞ്ഞ് നമ്മൾ അതിന്റെ റെക്കോർഡിങ്സ് ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് അത് ശ്രദ്ധിക്കും. അതിൽ വരുന്ന പുതിയ ആശയങ്ങളെ അവര് റെക്കഗ്നൈസ് ചെയ്യും. ആവശ്യമാണെങ്കിൽ അവരൊക്കെ ഇവരെ സഹായിക്കുകയും ചെയ്യും, നമ്മുടെ സ്റ്റാർട്ടപ്പ് ഓൺടർപ്രണേഴ്സിനെ. ദെൻ 13ാമതായി പറയുന്നത് ലോഞ്ച് ഓഫ് അടൽ ഇന്നോവേഷൻ മിഷൻ. നമ്മൾ AIM എന്നാണ് അതിനെ പറയാറുള്ളത്. അടൽ ഇന്നോവേഷൻ മിഷൻ വിത്ത് സെൽഫ് എംപ്ലോയ്മെന്റ് ആൻഡ് ടാലന്റ് യൂട്ടിലൈസേഷൻ പ്രോഗ്രാം, SETU. അതായത് സ്വയം തൊഴിലും അതുപോലെ തന്നെ അടൽ ഇന്നോവേഷന്റെ മിഷനിൽ പലതരത്തിലുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? ടു സെർവ് എ പ്ലാറ്റ്ഫോം ഫോർ പ്രൊമോഷൻ ഓഫ് വേൾഡ് ക്ലാസ് ഇന്നോവേഷൻ ഹബ്, ഗ്രാൻഡ് ചാലഞ്ചസ്, സ്റ്റാർട്ടപ്പ് ബിസിനസ് ആൻഡ് അതർ സെൽഫ് എംപ്ലോയ്മെന്റ് ആക്ടിവിറ്റീസ്. സ്വയം തൊഴിൽ എന്നുള്ള രീതിയിൽ രൂപീകരിക്കപ്പെടുന്നതോ ടെക്നോളജി ഡ്രിവൺ ആയിട്ടുള്ള ചെറിയ ചെറിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്ന ബിസിനസ്സോ ആ രീതിയിൽ പുതിയ സംരംഭങ്ങളെ സഹായിക്കാൻ വേണ്ടി നമ്മൾ AIM എന്നുള്ള ഒരു മിഷനും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ 14th ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് ഹാർനസിംഗ് പ്രൈവറ്റ് സെക്ടർ എക്സ്പെർട്ടൈസ് ഫോർ ഇൻക്യുബേറ്റർ സെറ്റപ്പ്. നമ്മൾ എന്തിനെ ഉപയോഗിക്കുന്നു? പ്രൈവറ്റ് സെക്ടറിലുള്ള ഒരുപാട് സെന്റേഴ്സ് ഉണ്ട്, ലാബുകളായിട്ടും ബിൽഡിങ്ങുകളായിട്ടും ഫാക്ടറീസ് ആയിട്ടും ഒക്കെ. അവരെ ഇൻക്യുബേറ്റേഴ്സ് ആയി ഉപയോഗിക്കാം. കാരണം സ്റ്റാർട്ടപ്പിലുള്ള പലർക്കും വേണ്ട പ്രിലിമിനറി ഫെസിലിറ്റീസ് ആദ്യത്തെ സ്റ്റേജിൽ ഉണ്ടായിരിക്കില്ല. അപ്പൊ അവരെ സഹായിക്കാൻ വേണ്ടി അതിന്റെ ഒബ്ജക്റ്റിൽ പറയുന്നുണ്ട് ടു എൻഷുർ പ്രൊഫഷണൽ മാനേജ്മെന്റ് ഓഫ് ഗവൺമെന്റ് സ്പോൺസേർഡ് ഓർ ഫണ്ടഡ് ഇൻക്യുബേറ്റേഴ്സ്. Government will create a policy and framework for setting up of incubators across the country. രാജ്യത്തുടനീളം നമ്മൾ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പില് PPP നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ രീതിയിലൊക്കെയുള്ള ഓണർഷിപ്പോട് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഗവൺമെന്റ് ഇൻക്യുബേറ്റേഴ്സിനെ നമ്മുടെ രാജ്യത്തുടനീളം ഓർഗനൈസ് ചെയ്യുന്നു. കാരണം സ്റ്റാർട്ടപ്പുകൾക്ക് കൃത്യമായിട്ടുള്ള സഹായം കിട്ടാൻ വേണ്ടിയിട്ട്. ദെൻ 15th ആക്ഷൻ പ്ലാനിൽ പറയുന്നത് ബിൽഡിംഗ് ഇന്നോവേഷൻ സെന്റേഴ്സ് അറ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മൾ ദേശീയ തലത്തിലുള്ള പല സംഘടനകളിലും എന്ത് ചെയ്യാം? ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സെന്റേഴ്സ് ഒക്കെ ഓർഗനൈസ് ചെയ്യാം. അതിന്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ടു പ്രൊപ്പൽ സക്സസ്ഫുൾ ഇന്നോവേഷൻ ത്രൂ augmentation of incubation and research and development efforts. ഒരു പുതിയ ആശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി അതിനെക്കുറിച്ച് വ്യക്തമായി ഗവേഷണം നടത്തി ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, അഡീഷണൽ ആയി എന്തെങ്കിലും അതിലെ പുതിയ ആശയങ്ങൾക്കുള്ള സാധ്യതയുണ്ടോ, ഇതൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വിങ്ങിനെ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഒക്കെ അതിനു വേണ്ടി നീക്കി വെക്കുന്നു. ദെൻ 16ാമതായി പറയുന്നത് സെറ്റിംഗ് അപ്പ് ഓഫ് 7 ന്യൂ റിസർച്ച് പാർക്ക്. നമ്മുടെ 19 ആക്ഷൻ പ്ലാനിൽ കൊണ്ടുവന്നതാണ്. ഇനിയും 7 പുതിയ റിസർച്ച് പാർക്കുകൾ ഓർഗനൈസ് ചെയ്യാം, തുടങ്ങുക, സ്റ്റാർട്ട് ചെയ്യാം. ഏത് മോഡലിലാണ്? മോഡൽഡ് ഓൺ
റിസർച്ച് പാർക്ക് സെറ്റപ്പ് അറ്റ് IIT മദ്രാസ്. മദ്രാസിലുള്ള IIT സെന്ററിലുള്ള റിസർച്ച് പാർക്ക് മോഡലിൽ 7 പാർക്കുകൾ, പുതിയ പാർക്കുകൾ ഇന്ത്യയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തുടങ്ങുക. അതിന്റെ ഒബ്ജക്റ്റീവ് എന്താ വരുന്നത്? പ്രൊപ്പൽ സക്സസ്ഫുൾ ഇന്നോവേഷൻ ത്രൂ ഇൻക്യുബേഷൻ ആൻഡ് ജോയിന്റ് R&D എഫേർട്സ്. അതായത് ആ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇവരും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഈ മേഖലയിൽ പുതിയ പുതിയ ഗവേഷണങ്ങൾ നടത്താനും കണ്ടെത്തലുകൾ രൂപീകരിക്കാനും ഒക്കെ വേണ്ടിയായി. പിന്നെ 17ാമതായി പറയുന്നത് പ്രൊമോട്ടിംഗ് സ്റ്റാർട്ടപ്സ് ഇൻ ദ ബയോടെക്നോളജി സെക്ടർ. ബയോടെക്നോളജി സെക്ടറിൽ പുതിയ പുതിയ ആശയങ്ങളുമായി വരുന്ന സ്റ്റാർട്ടപ്പുകളെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക. അതിന്റെ ഒബ്ജക്റ്റീവ് എന്താ? ടു ഫോസ്റ്റർ ആൻഡ് ഫെസിലിറ്റേറ്റ് ബയോ ഓൺട്രപ്രണർഷിപ്പ്. ബയോ സെക്ടറിൽ ഓൺട്രപ്രണർഷിപ്പിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇത് ചെയ്യുന്നത്. ദെൻ 18ാമത്തെ ആക്ഷൻ പ്ലാൻ, 3ാമത്തെ ഏരിയയിലാണ്. 18ാമത്തെ പ്ലാൻ എന്താ? ലോഞ്ചിങ് ഓഫ് ഇന്നോവേഷൻ ഫോക്കസ്ഡ് പ്രോഗ്രാം ഫോർ സ്റ്റുഡൻസ്. വിദ്യാർത്ഥികൾക്കിടയിൽ ഈ ഇന്നോവേഷൻ ഫോക്കസ്ഡ് ആയ പ്രോഗ്രാമുകൾ ലോഞ്ച് ചെയ്യുക, അത് നടപ്പിൽ വരുത്തുക. എന്താ ലക്ഷ്യം? ടു ഫോസ്റ്റർ എ കൾച്ചർ ഓഫ് ഇന്നോവേഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ, ഇപ്പോൾ 8ാം ക്ലാസ് 9ാം ക്ലാസ് പഠിക്കുന്ന ആ ഒരു ലെവലിൽ നിന്നാണ് നമ്മൾ ഈ ആശയ രൂപീകരണമൊക്കെ വളർത്തിയെടുക്കുന്നത്. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ അവർക്കുള്ളിൽ ഇങ്ങനെയുള്ള നവീന ആശയങ്ങൾ രൂപീകരിക്കാനുള്ള ഒരു ടെൻഡൻസി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ലാസ്റ്റ് പ്ലാൻ, 19ാമത്തെ പ്ലാൻ, ആനുവൽ ഇൻക്യുബേറ്റർ ഗ്രാൻഡ് ചാലഞ്ച്. അതിന്റെ ഒബ്ജക്റ്റീവ് ടു സപ്പോർട്ട് ക്രിയേഷൻ ഓഫ് സക്സസ്ഫുൾ വേൾഡ് ക്ലാസ് ഇൻക്യുബേറ്റേഴ്സ് ഇൻ ഇന്ത്യ. അപ്പൊ ഏറ്റവും നല്ല ഇൻക്യുബേറ്റേഴ്സിനെ കണ്ടെത്താനുള്ള ചാലഞ്ച് ഒക്കെ വെക്കാം. അങ്ങനെയാണെങ്കിൽ ഓരോ ഇൻക്യുബേറ്റേഴ്സും എന്ത് ചെയ്യും? അവരുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി മത്സരിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇന്ത്യയിലുള്ള ഇൻക്യുബേറ്റേഴ്സ് അത്രയും വേൾഡ് ക്ലാസ് ലെവലായി മാറും. അങ്ങനെ 19 പോയിന്റുകൾ, 19 ആക്ഷൻ പ്ലാനുകൾ നടപ്പിലാക്കുന്നതിലൂടെ ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ തന്നെ വളരെ നല്ല ഒരു സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റം ഉള്ള രാജ്യമാക്കി മാറ്റാനാണ് 2016 ജനുവരി 16 സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്ന് പറയുന്ന ഈ പ്രോഗ്രാം ലോഞ്ച് ചെയ്തത്. അപ്പൊ ആ ഒരു ആക്ഷൻ പ്ലാൻ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയാൽ, ഇപ്പൊ ഇതിൽ പറയുന്നുണ്ട് ഡിപ്പാർട്ട്മെന്റ് ഫോർ ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷൻ, അവരുടെ കീഴിലൊക്കെയാണ് നമ്മൾ ഈ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ടീമൊക്കെ വർക്ക് ചെയ്യുന്നത്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ടീം നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് അവർ റിപ്പോർട്ട് കൊടുക്കേണ്ടത് ആർക്കാണ്? DPIIT, ഡിപ്പാർട്ട്മെന്റ് ഫോർ ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷൻ. അപ്പൊ ഇവരുടെ മേൽനോട്ടത്തിന് കീഴിലാണ് ഈ 19 പോയിന്റ് ആക്ഷൻ പ്ലാൻസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഇൻക്യുബേറ്റേഴ്സിനെ കുറിച്ചാണ്. നമ്മൾ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രിലിമിനറി അസിസ്റ്റൻസ് കൊടുക്കുന്ന ഇൻക്യുബേഷൻ നെറ്റ്വർക്ക്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ അത് എത്രമാത്രം എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, ആരുടെയൊക്കെ കീഴിലാണ്? അപ്പോൾ ഇൻക്യുബേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യ ഘട്ടങ്ങളിൽ സ്റ്റാർട്ടപ്പുകളെ ഒരു ബിസിനസ്സായി രൂപാന്തരപ്പെട്ടു വരാൻ വേണ്ടി സഹായിക്കുന്ന ആളുകളാണ്. അവർ പലതരത്തിലുള്ള ഹെൽപ്പുകൾ കൊടുക്കുന്നുണ്ട്. കാരണം ഇൻക്യുബേറ്റേഴ്സിന് അവരുടേതായ സ്വന്തമായ ലാബ് ഉണ്ടായിരിക്കും, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉണ്ടാവും, ഫാക്ടറി ഫെസിലിറ്റീസ്, ഒരുപാട് സപ്പോർട്ടുകൾ പറയുന്നുണ്ട്. നോക്കി നോക്കൂ, നെറ്റ്വർക്ക് ആൻഡ് ലിങ്കേജസ്, co-working spaces, lab facility, mentoring and advisory support. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ട എല്ലാവിധ അസിസ്റ്റൻസും നൽകുന്ന ഒരു പ്രൊവൈഡേഴ്സ്, ആ സർവീസുകളെല്ലാം അവർക്ക് വേണ്ട എല്ലാ അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളാണ് ഇൻക്യുബേറ്റേഴ്സ്. അപ്പോൾ നാസ്കോം ഒരു 2020 ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തു, സ്റ്റാർട്ടപ്പ് കാറ്റലിസ്റ്റ് ഇൻക്യുബേറ്റേഴ്സ് ആൻഡ് ആക്സിലറേറ്റേഴ്സ് 2020. നമ്മളുടെ സ്റ്റാർട്ടപ്പിനെ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിന്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നവരാണ്. അപ്പൊ സ്റ്റാർട്ടപ്പുകളുടെയും അതുപോലെ തന്നെ അങ്ങനെയുള്ള മേഖലയുടെ സ്റ്റാർട്ടപ്പിന്റെ ഇൻക്യുബേറ്റർ ആൻഡ് ആക്സിലറേറ്റേഴ്സിന്റെ കാറ്റലിസ്റ്റുകൾ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കുറിച്ചും പ്രോഗ്രാമുകളെ കുറിച്ചും 2020 ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തപ്പോൾ ഇന്ത്യയാണ് 3ാം സ്ഥാനത്ത് നിൽക്കുന്നത്.
ഏറ്റവും നല്ല ഇൻക്യുബേറ്റേഴ്സും ഇന്നോവേറ്റീവ് പ്രോഗ്രാംസും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ടപ്പുകളെ അസിസ്റ്റ് ചെയ്യുന്നതിലും അവരുടെ ഗ്രോത്ത് ആക്സലറേറ്റ് ചെയ്യുന്നതിലും 3rd പൊസിഷനിലാണ് ഇന്ത്യ നിൽക്കുന്നത് എന്ന ആ റിപ്പോർട്ടിൽ അവർ പബ്ലിഷ് ചെയ്തു. അതായത് അത്രയും നല്ല നമ്മൾക്ക് ആ സ്റ്റാർട്ടപ്പുകൾക്ക് ആവശ്യമായ റിസോഴ്സ് ആണെങ്കിലും നെറ്റ്വർക്ക് കണക്ഷൻസ് ആണെങ്കിലും ലാബ് ഫെസിലിറ്റി ആണെങ്കിലും മെന്ററിങ് ആണെങ്കിലും എഡ്യൂക്കേഷൻ ആണെങ്കിലും എല്ലാം നമ്മളുടെ ഇൻക്യുബേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ പ്രധാനമായും പ്രവർത്തിക്കുന്ന ഇൻക്യുബേറ്റേഴ്സ് എന്ന് പറയുന്നത് 4 തരത്തിലുള്ള ഇൻക്യുബേറ്റേഴ്സിന്റെ ഗവൺമെന്റ് ഇൻക്യുബേറ്റേഴ്സ്. ഗവൺമെന്റ് ഇൻക്യുബേറ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം എസ്റ്റാബ്ലിഷ്ഡ് ഓർ സപ്പോർട്ടഡ് ബൈ ഗവൺമെന്റ്. ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്ഥാപനങ്ങളായിരിക്കും അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സപ്പോർട്ടുള്ള സ്ഥാപനങ്ങളായിരിക്കും. രണ്ടാമതായി വരുന്നത് അക്കാദമിക് ഇൻക്യുബേറ്റേഴ്സ് ആണ്. അതായത് വിവിധ തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻക്യുബേറ്റേഴ്സ്. അതിൽ കോളേജസ്, യൂണിവേഴ്സിറ്റീസ് അവരൊക്കെ ആയിരിക്കും ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ കോർപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ഒക്കെ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലാർജ് കോർപ്പറേറ്റ്സ്. ഏറ്റവും വലിയ വലിയ കമ്പനികൾ രൂപീകരിക്കുന്നതാണ് കോർപ്പറേറ്റ് ഇൻക്യുബേറ്റേഴ്സ്. പിന്നെ വരുന്നത് ഇൻഡിപെൻഡന്റ് ഇൻക്യുബേറ്റേഴ്സ് ആണ്. എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് റൺ ബൈ പ്രൈവറ്റ് സെന്റേഴ്സ്. അപ്പൊ ഇത് ഏത് ടൈപ്പ് ഇൻക്യുബേറ്ററിലാണെങ്കിലും സ്റ്റാർട്ടപ്പുകൾക്ക് ആവശ്യമായ എല്ലാവിധ പ്രിലിമിനറി അസിസ്റ്റൻസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഗവൺമെന്റ് ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു അടൽ ഇന്നൊവേഷൻ മിഷൻ AIM എന്ന് പറയുന്നത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് സ്കീമിലൂടെ ഇന്ത്യയിലുടനീളം സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള ഇൻക്യുബേറ്റേഴ്സ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ AIM ലക്ഷ്യമിട്ടിരുന്നത്. അതിനുവേണ്ടി നീതി ആയോഗാണ് ഫണ്ടിംഗ് ഒക്കെ നൽകിയിരുന്നത്. പിന്നെ അതേപോലെ തന്നെ മിനിസ്ട്രി ഓഫ് MSME, മൈക്രോ മീഡിയം സ്മാൾ എന്റർപ്രൈസുകളുടെ ഉണ്ടല്ലോ MSME. ദെൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, ദെൻ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, NIIT, അങ്ങനെയുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റുകളും. പിന്നെ നീതി ആയോഗ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷൻ, ഇവരെല്ലാവരും കൂടെ സഹകരിച്ചുകൊണ്ടാണ് ഇൻക്യുബേറ്റേഴ്സിന്റെ പ്രവർത്തനം നടത്തുന്നത്. നമ്മൾ പറഞ്ഞു നീതി ആയോഗ് ഫണ്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ദെൻ അതിൽ വരുന്ന അപ്പോൾ പ്രൊമിനന്റ് ആയിട്ടുള്ള കുറച്ച് ഇൻക്യുബേറ്റേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻക്യുബേഷൻ സപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില സ്കീമുകൾ. ഏറ്റവും ആദ്യം പറയുന്നത് മിനിസ്ട്രി ഓഫ് MSME, മൈക്രോ സ്മാൾ മീഡിയം എന്റർപ്രൈസുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള മിനിസ്ട്രി. അവര് 1955 നാഷണൽ സ്മാൾ ഇൻഡസ്ട്രി കോർപ്പറേഷൻ NSIC ആണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഈ മിനിസ്ട്രി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ രാജ്യത്തുള്ള അതിൽ പറയുന്ന ആ 3 സെക്ടർ മൈക്രോ സ്മാൾ ആൻഡ് മീഡിയം, ഈ സെക്ടറിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒരുപാട് സ്കീമുകൾ കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ സൗകര്യങ്ങളാണ്? ടെൻഡറിങ്, മാർക്കറ്റ് ആക്സസ് ആൻഡ് ഇന്റലിജൻസ്, പ്രൊമോഷൻ, ക്രെഡിറ്റ് ആൻഡ് ഫിനാൻസിങ്, ട്രെയിനിങ് എല്ലാം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. NSIC ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് NSIC ട്രെയിനിങ് കം ഇൻക്യുബേഷൻ സെന്റർ. അങ്ങനെ ഒരു സെന്റർ തന്നെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കീഴിൽ there are more than 94 TICs, ഇങ്ങനെ ട്രെയിനിങ് കം ഇൻക്യുബേഷൻ സെന്റേഴ്സ് 94-ലധികം സെന്ററുകൾ ഇത്തരം ഇൻക്യുബേഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. 2015 നമ്മുടെ മിനിസ്ട്രി ഓഫ് MSME ഒരു സ്കീം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആസ്പയർ എന്നാണ് ആ സ്കീമിന്റെ പേര്. സ്കീം ഫോർ പ്രൊമോഷൻ ഓഫ് ഇന്നോവേഷൻ, റൂറൽ ഇൻഡസ്ട്രീസ് ആൻഡ് ഓൺട്രപ്രണർഷിപ്പ്. അതിനുവേണ്ടി ആസ്പയർ എന്നുള്ള പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലിവ്ലി ബിസിനസ് ഇൻക്യുബേഷൻ, ദെൻ ടെക്നോളജി ബിസിനസ് ഇൻക്യുബേഷൻ. ഇപ്പൊ ലിവ്ലിഹുഡ് ബിസിനസ് ഇൻക്യുബേഷനിലൊക്കെ പലപ്പോഴും ലോ എൻഡ് ടെക്നോളജി ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന 2020-21 കണക്ക് പ്രകാരം 102 LBIs, അതായത് ലൈവ്ലിഹുഡ് ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററുകളും 22 ടെക്നോളജി ബിസിനസ് ഇൻക്യുബേഷനും നമ്മുടെ ഇന്ത്യയിലുടനീളം വർക്ക് ചെയ്യുന്നുണ്ട്. 21 ഇപ്പൊ 26 ആയി.
അതിൻ്റെ എണ്ണം വർദ്ധിക്കുകയല്ലാതെ ഒരിക്കലും കുറയില്ല. കാരണം ഗവൺമെൻറ് അത്രയും നല്ല സപ്പോർട്ടാണ് കൊടുക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഡിപ്പാർട്ട്മെന്റ് എന്താ പറയുന്നത്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, DST-TBI, അതായത് ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ. സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ബിസിനസ്സുകൾക്കുള്ള ഇൻക്യുബേഷൻ പ്രോഗ്രാമുകളാണ്. അതിൽ നമ്മൾ നാഷണൽ സയൻസ് ആൻഡ് ടെക്നോളജി എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ബോർഡ് അവരാണ് ഒരു സ്കീം ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. അവരൊരു റൺ ചെയ്യുന്ന സ്കീമാണ് നിധി ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ. TBI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ. അതിന്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താ? ടു അസിസ്റ്റ് സ്റ്റാർട്ടപ്പ് വിച്ച് വിൽ ക്രിയേറ്റ് ജോബ് ആൻഡ് വെൽത്ത് in alignment with national priorities by providing required technology, knowledge or innovation. ഏറ്റവും കൂടുതൽ തൊഴിലും സമ്പത്തും ഒക്കെ രൂപീകരിക്കാൻ വേണ്ടി സഹായിക്കുന്ന തരത്തിലുള്ള ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പുകളെ സഹായിക്കാം. ദെൻ മൂന്നാമത്തെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി. നമ്മൾ പറഞ്ഞതാണ് ആദ്യം ആ സ്കീമുകൾ 19 ആക്ഷൻ പ്ലാൻ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് ബയോടെക്നോളജി സെക്ടറിലുള്ള സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സ്കീമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് ബയോനെസ്റ്റ്, ബയോടെക്നോളജി ഇൻഡസ്ട്രി റിസർച്ച് അസിസ്റ്റൻസ് കൗൺസിൽ, ബിറാക് എന്ന് പറയുന്നു. അതെന്താണ്? ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ആണ്, ലാഭത്തിന് വേണ്ടി അല്ലാതെ പ്രവർത്തിക്കുന്ന ഗവൺമെന്റിന്റെ ഓണർഷിപ്പിലുള്ള ഒരു എന്റർപ്രൈസ് ആണ്. ഏത് ഡിപ്പാർട്ട്മെന്റിന് കീഴിലാണ്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി. അതില് ബയോനെസ്റ്റില് നമ്മൾ എന്താ? ബയോ ഇൻക്യുബേറ്റേഴ്സ് നർച്ചറിങ് ഓൺട്രപ്രണർഷിപ്പ് ഫോർ സ്കെയിലിംഗ് ടെക്നോളജീസ്. ദെൻ അടുത്ത മിനിസ്ട്രി ഏതാ? മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. അതിന്റെ കീഴിൽ അവര് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ടൈഡ്, ദ ടെക്നോളജി ഇൻക്യുബേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓൺട്രപ്രണേഴ്സ്. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ MEITY, അതായത് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. എന്നാണ്? 2008 എന്തിനു വേണ്ടിയാ? ടു സെറ്റപ്പ് ആൻഡ് സപ്പോർട്ട് TIC, ടെക്നോളജി ഇൻക്യുബേഷൻ സെന്റർ. സാങ്കേതിക വിദ്യകളാണ് അവിടെ നൽകുന്നത്. അവിടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഒക്കെ പ്രോത്സാഹിപ്പിച്ച് ആവശ്യമുള്ള രീതിയിലുള്ള സഹായങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഹൈ ക്വാളിറ്റി സ്റ്റാർട്ടപ്പുകൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ അടുത്തത് എന്താ? അടൽ ഇന്നോവേഷൻ മിഷൻ, AIC ആൻഡ് EIC. AIC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടൽ ഇൻക്യുബേഷൻ സെന്റർ. അടൽ ഇന്നോവേഷൻ മിഷന്റെ കീഴിൽ എസ്റ്റാബ്ലിഷ്ഡ് ഇൻക്യുബേഷൻ സെന്റർ, അതാണ് EIC. ഇന്ത്യയിൽ നമ്മുടെ പുതിയ സംരംഭകർക്ക് അവരെ സഹായിക്കാൻ വേണ്ടി ന്യൂ ഇൻക്യുബേഷൻ സെന്റേഴ്സ് ആണ് രൂപീകരിച്ചത്. ഒന്ന് അടൽ ഇൻക്യുബേഷൻ സെന്ററും എസ്റ്റാബ്ലിഷ്ഡ് ഇൻക്യുബേഷൻ സെന്ററും. ഇതിനൊക്കെ എന്താണ് പ്രധാനപ്പെട്ട ലക്ഷ്യം? എന്ത് തന്നെയാണ്? സപ്പോർട്ട് ആൻഡ് എൻകറേജ് സ്റ്റാർട്ടപ്സ് ഇൻ സ്പെസിഫിക് സെക്ടേഴ്സ് ലൈക്ക് മാനുഫാക്ചറിംഗ്, ട്രാൻസ്പോർട്ട്, എനർജി, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അഗ്രികൾച്ചർ, വാട്ടർ, സാനിറ്റേഷൻ, അങ്ങനെ ഏത് മേഖലയിലുള്ള സ്റ്റാർട്ടപ്പുകളാണെങ്കിലും അവരെ സഹായിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇത്തരം മിനിസ്ട്രികൾക്കൊക്കെ പുറമെ ഓരോ ഫിനാൻസിങ് സെന്ററുകളിലൂടെയും അല്ലെങ്കിൽ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസെന്റീവ് സ്കീമുകളിലും സബ്സിഡി സ്കീമുകളിലും ടാക്സ് എക്സംഷനിലും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകളെ പരമാവധി ഇന്ത്യൻ ഗവൺമെന്റ് സഹായിക്കുന്നു. AIM, അടൽ ഇന്നോവേഷൻ മിഷൻ. ഇന്ത്യൻ ഗവൺമെന്റ് 2016 നീതി ആയോഗിന് കീഴിൽ രൂപീകരിച്ചതാണ് AIM, അടൽ ഇന്നോവേഷൻ മിഷൻ. 2 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് വരുന്നത്: എന്റർപ്രണർഷിപ്പ് പ്രൊമോഷൻ ആൻഡ് ഇന്നോവേഷൻ പ്രൊമോഷൻ. അപ്പോൾ ഭാരതത്തിൽ ഒരുപാട് സ്റ്റാർട്ടപ്പ് ആശയങ്ങളുള്ള അല്ലെങ്കിൽ ഏറ്റവും നവീനകരമായ രീതിയിലുള്ള ബിസിനസ് ആശയങ്ങളുള്ള സംരംഭകരുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയിലുടനീളം സ്റ്റാർട്ടപ്പുകളെ അവരുടെ ഇംപ്രൂവ്മെന്റ് ഫോസ്റ്റർ ചെയ്യാൻ വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് അടൽ ഇന്നോവേഷൻ മിഷൻ. അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത് എന്താ? ഡെവലപ്പിംഗ് പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ് ഫോർ fostering innovation and entrepreneurship in different sectors of the economy. നമ്മളുടെ വിവിധ തലങ്ങളിലെ ആളുകൾക്ക്
ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് തുടങ്ങി ബിസിനസ് സ്റ്റുഡൻസിന്, പുതിയ പുതിയ ആശയങ്ങളുള്ള ന്യൂ ഓൺട്രപ്രണേഴ്സിന്, എക്സിസ്റ്റിംഗ് ഓൺട്രപ്രണേഴ്സിന്, ഇവർക്കെല്ലാം ഓൺട്രപ്രണർഷിപ്പ് പ്രൊമോഷനും ഇന്നൊവേഷൻ പ്രൊമോഷനും വേണ്ടി വിവിധ സ്കീമുകൾ ഓഫർ ചെയ്യുക, വിവിധ തരത്തിലുള്ള സഹായങ്ങൾ നൽകുക. സഹായം എന്ന് പറയുമ്പോൾ മെന്ററിങ് ആയിട്ടോ ലാബ് ഫെസിലിറ്റി ആയിട്ടോ എങ്ങനെ വേണമെങ്കിൽ ഇവരുടെ ഗ്രോത്ത്, അതിൻ്റെ പ്രോസ്പെറിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മിഷനാണ് അടൽ ഇന്നൊവേഷൻ മിഷൻ. അവർ പ്രധാനമായും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് സ്കീമുകളുണ്ട്. അതിലെ മേജർ ഇനീഷ്യേറ്റീവ്സ് എന്ന് പറയുന്നത് അടൽ ട്വിങ്കറിംഗ് ലാബ്, അടൽ ഇൻക്യുബേഷൻ സെന്റർ, മെന്റർ ഇന്ത്യ, അടൽ ന്യൂ ഇന്ത്യ ചാലഞ്ച്, അടൽ കമ്മ്യൂണിറ്റി ഇന്നൊവേഷൻ സെന്റർ, ആത്മനിർഭർ ഭാരത് എറൈസ്. അങ്ങനെ ഒരുപാട് സ്കീമുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, അതിൽ ഏറ്റവും ആദ്യം പറയുന്നത് അടൽ ട്വിങ്കറിംഗ് ലാബാണ്. അടൽ ട്വിങ്കറിംഗ് ലാബ് എന്ന് പറയുമ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറയിൽ പുതിയ പുതിയ ടെക്നോളജികൾ പരിചയപ്പെടുത്തുക, ലാബിന്റെ ഫെസിലിറ്റീസ് ഉപയോഗിക്കാൻ പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന സ്കൂൾ സ്റ്റുഡൻസിന് ഈ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സുമായും നമ്മളുടെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഡെവലപ്മെന്റിനെ കുറിച്ചും എല്ലാം ബോധവൽക്കരണം നടത്താൻ വേണ്ടി ലാബ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കീമാണ് അടൽ ട്വിങ്കറിംഗ് ലാബ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സ്കൂളുകളിലും, വിവിധ സ്കൂളുകളിലും, നമ്മുടെ രാജ്യത്ത് മൊത്തമുള്ള പല ജില്ലകളിലെയും പല സ്കൂളുകളിലും ഇങ്ങനെയുള്ള സ്കീമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നോക്കൂ, 8700-ലധികം ലാബുകളാണ് അടൽ ടിങ്കറിംഗ് ലാബ് സ്കീമിന് കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ 70 ലക്ഷത്തോളം കുട്ടികളാണ് ഈ ATL സ്കീമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്ക് 3D പ്രിന്റേഴ്സിനെ കുറിച്ച്, റോബോട്ടിക്സിനെ കുറിച്ച്, IoT ഇന്റർനെറ്റ് ഓഫ് തിങ്സിനെ കുറിച്ച്, ദെൻ ഓരോ രീതിയിലുള്ള മിനിയേച്ചറൈസ്ഡ് ഇലക്ട്രോണിക്സിനെ, അതായത് ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനും ഒക്കെ വേണ്ടി ലാബ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക സ്കൂൾ സ്റ്റുഡൻസിന്. കാറ്റഗറി പറയുന്നുണ്ട് 6 to 12, 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക്. അതിനു വേണ്ടിയുള്ള സ്കീമാണ് അടൽ ടിങ്കറിംഗ് ലാബ്. രണ്ടാമതായി അടൽ ഇൻക്യുബേഷൻ സെന്റർ ആണ്. ഓൺട്രപ്രണേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് അവരുടെ പ്രിലിമിനറി സ്റ്റേജ് ഓവർകം ചെയ്യാൻ വേണ്ടി പുതിയ ഇൻക്യുബേറ്റർ സെന്ററുകൾ ഓർഗനൈസ് ചെയ്യാം. അപ്പൊ ഈ ഇൻക്യുബേറ്റർ സെന്റർ, അടൽ ഇൻക്യുബേഷൻ സെന്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന്റെ മുന്നേ പറഞ്ഞിരുന്നു AIC ആൻഡ് EIC. AIC എന്ന് പറയുമ്പോൾ അടൽ ഇൻക്യുബേഷൻ സെന്ററും EIC എസ്റ്റാബ്ലിഷ്ഡ് ഇൻക്യുബേഷൻ സെന്ററും. അപ്പൊ ഈ EICകളുടെ ഒരു ഡെവലപ്ഡ് ഫോം, അതിനെ ഒന്നുകൂടെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടാണ് അടൽ ഇൻക്യുബേഷൻ സെന്റർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അടൽ ഇൻക്യുബേഷൻ സെന്ററിലൂടെ നമ്മൾ അവരുടെ ഓൺട്രപ്രണേഴ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ഗവൺമെന്റൽ ഏജൻസീസിലൂടെയും ഇൻവെസ്റ്റേഴ്സിലൂടെയും എല്ലാം ഏതൊക്കെ രീതിയിലാണോ ഇവർക്ക് സർവീസുകൾ എത്തിക്കാൻ പറ്റുന്നത് അതിനു വേണ്ടിയുള്ള എല്ലാ ഫെസിലിറ്റിയും AICകളിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നതാണ് മെന്റർ ഇന്ത്യ. മെന്റർ ഇന്ത്യ പറയുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് സ്കീമിൽ അടൽ ടിങ്കറിംഗ് ലാബ്സിൽ നമ്മൾ സ്കൂൾ സ്റ്റുഡൻസിന് മെഷീനറീസ് പരിചയപ്പെടുത്തുകയും ഉപയോഗിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ അവിടെ ഹ്യൂമൻ സ്കോളേഴ്സിന്റെ ആവശ്യമായിട്ട് വരും. അങ്ങനെയുള്ള മെന്റർമാരെയും ഈ സ്കീമിലൂടെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പരമാവധി ഇവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുക, മെന്റർ ഓഫ് ചാർജ്, നമ്മൾ ആ ഒരു പർട്ടിക്കുലർ സർവീസ് ഫെസിലിറ്റേറ്റേഴ്സ് ആയിട്ട് നമ്മൾ അവരെ പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ഇപ്പോൾ സ്റ്റുഡൻസിന് എന്തെങ്കിലും ഉപദേശങ്ങൾ വേണമെങ്കിൽ ദേ ക്യാൻ ഗെറ്റ് വാല്യുബിൾ അഡ്വൈസ് ഫ്രം സച്ച് മെന്റേഴ്സ്. അവർ പലപ്പോഴും ചിലപ്പോൾ ഇൻഡസ്ട്രി ലീഡേഴ്സ് ഒക്കെ ആയിരിക്കും. പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ആ ആശയങ്ങളുള്ള സ്റ്റുഡൻസിന് ഏത് ഇൻഡസ്ട്രി ലീഡേഴ്സിന്റെ കയ്യിൽ നിന്ന് ഉപദേശങ്ങൾ വേണമെങ്കിലും നമ്മൾക്ക് ആരുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. മെന്റർ ഓഫ് ചേഞ്ച് അവരാണ് ഈ ലാബിലുള്ള കുട്ടികളുടെ ഈ പ്രവർത്തനങ്ങളെയും നമ്മളുടെ അടൽ മിഷന്റെ പോളിസിയെയും സക്സസ്ഫുൾ ആയി വർക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ ആ സ്കീമാണ് മെന്റർ ഇന്ത്യ പ്രോഗ്രാം. ദെൻ അടൽ ന്യൂ ഇന്ത്യ ചാലഞ്ച്. അടൽ ന്യൂ ഇന്ത്യ ചാലഞ്ച് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എൻ ഇനീഷ്യേറ്റീവ് ഓഫ് AIM. അതിൽ പ്രധാനമായും നമ്മൾ ചെയ്യുന്നത് ടു ഫോസ്റ്റർ ഇന്നോവേഷൻ ബൈ പ്രൊവൈഡിങ് ഗ്രാൻഡ് ബേസ്ഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട്.
നമ്മൾ സ്റ്റാർട്ടപ്പുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഓൺട്രപ്രണേഴ്സിന് ഗ്രാൻഡുകളായിട്ട് നൽകാം. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് കൊടുക്കുന്നത്, അത് ഗ്രാൻഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇവരെ എത്രമാത്രം ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയുള്ള പ്രോഡക്ട്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അങ്ങനെ നോക്കി ഇവർക്കിടയിൽ തന്നെ നമ്മൾ അവരെ കൃത്യമായി അവരുടെ കാലിബറും അവരുടെ പ്രൊഡക്റ്റിന്റെ റെലവൻസും ഒക്കെ നോക്കി നമ്മൾ എന്ത് ചെയ്യുന്നു, ഓൺട്രപ്രണേഴ്സിനെ ലിസ്റ്റ് ചെയ്യും. ദെൻ ഈ AIM അടൽ ന്യൂ ഇന്ത്യ ചാലഞ്ചിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ദേ ആർ ഇൻവൈറ്റഡ്, നമ്മുടെ ഓൺട്രപ്രണേഴ്സിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യും ടു ക്രിയേറ്റ് ആൻഡ് ഡെമോൺസ്ട്രേറ്റ് മാർക്കറ്റ് റെഡി പ്രോഡക്ട്സ്. എന്തുപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്തത്, എമർജിംഗ് ടെക്നോളജി, ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ട് റെഡി ടു മാർക്കറ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടായിരിക്കും. അതിനെ പരിചയപ്പെടുത്താനും ഒക്കെ വേണ്ടി നമ്മുടെ ഓൺട്രപ്രണേഴ്സിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നു. ആ ചാലഞ്ചിൽ സെലക്ട് ചെയ്യപ്പെടുന്ന ആളുകൾക്ക് 1 കോടി വരെയാണ് അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഗ്രാൻഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 1 കോടി വരെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ആ അപ്ലിക്കൻസിന്റെ കേപ്പബിലിറ്റി, ഇൻറ്റന്റ്, ദെൻ പ്രോമിസിങ് കൊമേഴ്സ്യലൈസിങ് പ്രോജക്ട്സ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ആ ടെക്നോളജിക്ക് അതിനെല്ലാം വേണ്ടി അവരുടെ ആ പ്രൊഡക്റ്റ് കൊമേഴ്സ്യലൈസ് ചെയ്യാൻ, വാണിജ്യവൽക്കരിക്കാൻ വേണ്ടി അവരെ സഹായിക്കാൻ 1 കോടി വരെ ഗ്രാൻഡ് ആയിട്ട് നമ്മൾ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നു. അതാണ് അടൽ ന്യൂ ഇന്ത്യ ചാലഞ്ച്. പിന്നെ വരുന്നത് അടൽ കമ്മ്യൂണിറ്റി ഇന്നൊവേഷൻ സെന്റർ ആണ്. അപ്പൊ അവിടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള അണ്ടർ സെർവ്ഡ് കമ്മ്യൂണിറ്റീസ് ഉണ്ടായിരിക്കും. വിവിധ സ്ഥലങ്ങളിലുള്ള ചില ട്രൈബൽ കാസ്റ്റുകളിൽ പെട്ട ആളുകൾ, അല്ലെങ്കിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള സാങ്കേതിക വിദ്യാ പരിജ്ഞാനമോ അല്ലെങ്കിൽ അതിന് വേണ്ട പ്രോത്സാഹനമോ ഒന്നും കിട്ടാത്ത ആളുകൾ ഉണ്ടായിരിക്കും. Tier 1, Tier 2 സിറ്റീസിലൊക്കെ വരുന്ന ആളുകൾ, അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള സ്കീമാണ് അടൽ കമ്മ്യൂണിറ്റി ഇന്നൊവേഷൻ സെന്റർ. ഇത് പലപ്പോഴും ജമ്മു കാശ്മീർ അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിൽ ഒക്കെയുള്ള ആളുകൾക്കാണ് ഈ സ്കീമിലൂടെയുള്ള സഹായങ്ങൾ കിട്ടുന്നത്, ആ സ്പെഷ്യൽ കാറ്റഗറികൾക്ക്. ദെൻ ലാസ്റ്റിൽ പറയുന്നത് ആത്മനിർഭർ ഭാരത്. അതിൽ എറൈസ്, എനീറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. അതിലൂടെ നമ്മൾ ഈ ആത്മനിർഭർ ഭാരത് എറൈസിലെ പ്രൊമോട്ടേഴ്സിന് അവർക്ക് ആവശ്യമുള്ള എന്ത് പ്രോബ്ലംസിനും സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ MSMEകൾ, നമ്മൾ ആദ്യം പറഞ്ഞു മൈക്രോ സ്മാൾ മീഡിയം എന്റർപ്രൈസുകൾ, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിലൂടെയാണ് ഗവൺമെന്റ് സ്കീമുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നോക്കി നോക്കൂ, ഒരു 15 ചാലഞ്ച് വർ ഡിഫൈൻഡ് ഇൻ ആത്മനിർഭർ ഭാരത് എറൈസ്. നമ്മുടെ സ്റ്റാർട്ടപ്പുകൾക്ക് സഹായകമാകുന്ന അല്ലെങ്കിൽ ന്യൂ എന്റർപ്രണേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു 15 ചാലഞ്ചസിനുള്ള സൊല്യൂഷൻസ് ഇതിലൂടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വിച്ച് കെയിം ഫ്രം 5 മിനിസ്ട്രീസ്. ഇതിൽ നിന്ന് ആരിൽ നിന്നാണ് ഇതിനുള്ള പരിഹാരങ്ങൾ കിട്ടുന്നത്? 5 മിനിസ്ട്രികളാണ്. ഒന്ന് മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, നമ്മുടെ പ്രതിരോധ മന്ത്രാലയം, മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ്, ഭക്ഷ്യ സംസ്കരണ മന്ത്രാലയം, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ആൻഡ് ISRO. ഇവരിൽ നിന്നെല്ലാമുള്ള സൊല്യൂഷൻസ് ആണ് നമ്മുടെ ആത്മനിർഭർ ഭാരതിൽ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് ഡിപ്പാർട്ട്മെന്റുകളിലൂടെയും സഹായത്തോടെ സ്റ്റാർട്ടപ്പുകളെയും ഓൺട്രപ്രണേഴ്സിനെയും ഹെൽപ്പ് ചെയ്യുന്നു. ഇത് പ്രധാനപ്പെട്ട പ്രോഗ്രാമുകൾ. ഇതിന് പുറമെയുള്ള വേറെയും കുറച്ച് സ്ട്രാറ്റജിക് ക്യാമ്പയിൻസ് നമ്മുടെ അടൽ ഇന്നൊവേഷൻ മിഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ പേരുകൾ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. AIM പ്രൈം പ്രോഗ്രാം, AIM iCrust, യൂത്ത് കോലാബ്, AIM ICDK വാട്ടർ ചാലഞ്ച്, സൂട്ടോപിയ 2021 ആൻഡ് AIM iLeap. അങ്ങനെയുള്ള ഒരുപാട് സ്ട്രാറ്റജിക് പ്രോഗ്രാമുകൾ അടൽ ഇന്നൊവേഷൻ മിഷൻ സ്പോൺസർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ സ്കീമുകളിലൂടെ നടപ്പിലാക്കുന്നുണ്ട്. ദെൻ അടൽ ഇന്നൊവേഷൻ മിഷന് ശേഷം നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്ന 2 ടോപ്പിക്സ് എന്ന് പറയുന്നത്, ഒന്ന് ചാലഞ്ചസ് ഫേസ്ഡ് ബൈ സ്റ്റാർട്ടപ്സ്. ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ ഇത്രയൊക്കെ സൗകര്യങ്ങൾ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും, ഒരുപാട് പദ്ധതികളിലൂടെ ഇവരെ സഹായിക്കുന്നുണ്ടെങ്കിലും,
നമ്മുടെ സ്റ്റാർട്ടപ്പുകൾ ഒരു പുതിയ ബിസിനസ് വെഞ്ചർ എന്ന രീതിയിൽ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. നമുക്ക് തന്നെ ആലോചിച്ചറിയാം, ഇന്ത്യയിൽ പുതിയതായി ഒരു ആശയം കൊണ്ടുവരുന്ന സമയത്ത് ഏറ്റവും ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സുകൾ തന്നെയാണ്. പല പല പുതിയ ആശയങ്ങളും പുതിയ സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജിയുടെ ഹെൽപ്പോട് കൂടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നല്ല ഫണ്ട് വേണം. അപ്പോൾ ഫിനാൻഷ്യൽ റിസോഴ്സസ് സഫീഷ്യൻ്റ് എമൗണ്ട് റേസ് ചെയ്യുക എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ചിടത്തോളം റിസ്ക് ആണ്. കാരണം ഇത് ഒരു ഹൈ റിസ്ക് വെഞ്ചർ ആയത് കാരണം പലരും ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അത്രയധികം താല്പര്യപ്പെടില്ല. വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകളുടെയൊക്കെ സഹായം തേടുക മാത്രമാണ് ഇവർക്ക് മുന്നിലുള്ള പല ഓപ്ഷനിലൊന്ന്. പിന്നെ വരുന്നത് പുവർ റവന്യൂ ജനറേഷൻ ആണ്. പലപ്പോഴും ഫസ്റ്റ് സ്റ്റേജിലൊന്നും ഒരു സ്റ്റാർട്ടപ്പിന് ഒരുപാട് റവന്യൂ ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. ദെൻ അവർക്ക് ഇങ്ങനെ പ്രോഗ്രസീവ് നാച്ചുറലാണ് ഇൻകം കിട്ടി തുടങ്ങുള്ളൂ. അത് അവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. കാരണം ഇനീഷ്യൽ സ്റ്റേജിൽ കോസ്റ്റ് എന്തായാലും ഇൻകർ ചെയ്യും. ദെൻ ലാക്ക് ഓഫ് സ്കിൽഡ് പ്രൊഫഷണൽ. നമ്മൾക്ക് പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് പുതിയ ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും. അത് യൂട്ടിലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് ആവശ്യമായ വർക്കുകൾ ചെയ്യാൻ സ്കിൽഡ് പേഴ്സണൽസിൻ്റെ ആവശ്യം വരും. സ്കിൽഡ് പേഴ്സണൽസിനെ ഹയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നല്ല പേയ്മെൻറ്റും കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കിട്ടാനും ബുദ്ധിമുട്ടാണ്, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ബുദ്ധിമുട്ടാണ്. ദെൻ ഇൻഎഫക്റ്റീവ് മാർക്കറ്റ് പ്ലാൻ. പലപ്പോഴും പല സ്റ്റാർട്ടപ്പുകൾക്കും അവർക്കൊരു ബിസിനസ് ഓപ്പൺ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ആ ഒരു ഐഡിയ ഉണ്ടാകുമെന്നല്ലാതെ അത് എങ്ങനെ മാർക്കറ്റ് ചെയ്യണം, കസ്റ്റമേഴ്സിലേക്ക് ഏറ്റവും എഫക്റ്റീവായി എങ്ങനെ എത്തിക്കണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായൊരു പ്ലാനോ സ്ട്രാറ്റജിയോ ഉണ്ടാവാറില്ല. ദെൻ ലാക്ക് ഓഫ് മെന്റർഷിപ്പ്. നമ്മൾ അഡൽ ഇന്നോവേഷൻ മിഷന് കീഴിൽ സ്കൂളുകളിലെ കുട്ടികൾക്ക് മെന്റർഷിപ്പ് ഒക്കെ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ പല ഓൺട്രപ്രണേഴ്സിനും അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾക്കും അവർക്ക് പ്രൊഡക്റ്റിനെ കുറിച്ചോ പ്രോസസ്സിനെ കുറിച്ചോ ഒരു ചെറിയ ഐഡിയ ഒക്കെ ഉണ്ടാവും, പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാവും. പക്ഷെ പ്രോപ്പറായി അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളതിനുള്ള ഒരു മെന്ററിങ് അല്ലെങ്കിൽ ഗൈഡൻസിന്റെ കുറവ് ഉണ്ടാവാറുണ്ട്. ദെൻ പുവർ ബിസിനസ് പ്ലാൻ. പുതിയ ആശയമാണ് നമുക്ക് കേൾക്കുമ്പോൾ തോന്നും, പക്ഷെ അതിനനുസരിച്ച് എല്ലാവരും ആ പ്രോഡക്റ്റ് ആക്സെപ്റ്റ് ചെയ്തോളണം എന്നില്ല. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഇയറിൽ തന്നെ നമുക്ക് കൃത്യമായ പ്ലാൻ ഇല്ലാത്ത ബിസിനസ്സുകളാണെങ്കിൽ അത് ഫെയിലിയർ ആവാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഫിയേഴ്സ് കോമ്പറ്റീഷൻ ആണ്. ഒരുപാട് ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രികൾ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് ഇപ്പോൾ. ഒരുപാട് വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ടെക്നിക്കൽ നോളജ് ഒക്കെ നേടിയ ആളുകൾ ഇന്ത്യയിൽ പ്ലെന്റിയാണ്. കാരണം യൂത്തിൻ്റെ എണ്ണം എടുക്കുമ്പോൾ യൂത്ത് പോപ്പുലേഷനിൽ ഇന്ത്യയൊക്കെ വളരെ മുന്നിലാണ്. അപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സും പോളിസീസും പ്ലാൻസും ഉണ്ടെങ്കിൽ മാത്രമേ കോമ്പറ്റേറ്റേഴ്സിൻ്റെ ഇടയിൽ നമ്മുടെ സ്റ്റാർട്ടപ്പുകൾക്ക് ഒരു സക്സസ്ഫുൾ ബിസിനസ്സായിട്ട് നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. പിന്നെ ഇങ്ങനെയുള്ള ഈ ചാലഞ്ചസ് ഒക്കെ നേരിടുന്ന സ്റ്റാർട്ടപ്പുകളെ സഹായിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഒരുപാട് മെഷേഴ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറേ സ്കീമുകളുടെ പേരൊക്കെ പറഞ്ഞു. അപ്പോൾ ആ സ്കീമുകളിലൂടെയെല്ലാം എന്തെല്ലാം അസിസ്റ്റൻസ് ആണ് നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് സ്റ്റാർട്ടപ്പുകൾക്ക്. ഇപ്പോൾ ആത്മനിർഭർ ഭാരതിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു അവരെ ഏത് രീതിയിൽ വേണമെങ്കിൽ സഹായിക്കുന്നുണ്ട്. അതേപോലെ ഗ്രാൻഡ് ബേസ് ആയിട്ട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ സഹായങ്ങളാണ് നൽകുന്നത്? ഏറ്റവും ആദ്യമായി പറയുന്നത് പ്രൊവൈഡിങ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റി. ബേസിക് ആയിട്ട് ഇത്തരം സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ട ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അപ്പോൾ വൈഫൈ ആണെങ്കിലും അതുപോലെ തന്നെ പ്രിന്റേഴ്സ്, കമ്പ്യൂട്ടേഴ്സ്, അതിന് വേണ്ട ഹാർഡ്വെയറുകൾ, സോഫ്റ്റ്വെയർ സെറ്റപ്പുകൾ, പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ട പ്രൊസീജിയർ, ലാബ് ഫെസിലിറ്റീസ്, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ പലതരത്തിലുള്ള ഇൻക്യുബേറ്റേഴ്സ് ഉണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഇവർക്ക് നമ്മുടെ സ്റ്റാർട്ടപ്പ് ഓണേഴ്സിന് അവൈലബിൾ അല്ലെങ്കിൽ ഇൻക്യുബേറ്റേഴ്സിന്റെ സേവനങ്ങൾ ഇവർക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെയാണ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. ഏറ്റവും ആദ്യത്തെ ചാലഞ്ചിൽ നമ്മൾ പറഞ്ഞത് തന്നെ ലാക്ക് ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സ് ആണ്. അപ്പോൾ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഗവൺമെന്റ് ലോണുകളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സബ്സിഡികളായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം, സ്റ്റാർട്ടപ്പ് ലോണുകൾക്ക് ഗവൺമെന്റിന്റെ ക്രെഡിറ്റ് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്നോ ഫാമിലി ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്നോ പല രീതിയിൽ ഇവർക്ക് ഫണ്ട് കളക്ട് ചെയ്യാം. അതിന് ചില ലോണുകൾക്ക് അപ്പോൾ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്, നമ്മൾ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്, ഇതൊക്കെ ആദ്യം നമ്മൾ പഠിച്ചതാണ്, ക്രൗഡ് ഫണ്ടിങ് ഒക്കെ. അപ്പോൾ ആ രീതിയിൽ ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ച് ഫണ്ട് കളക്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ദെൻ മെന്ററിങ് സപ്പോർട്ട്.
ചാലഞ്ചിൽ നമ്മൾ പറഞ്ഞതാണ്, ലാക്ക് ഓഫ് ഗൈഡൻസ്, പ്രോപ്പർ ഗൈഡൻസ് കിട്ടാറില്ല. അപ്പോൾ അതിനുവേണ്ടി ഏർലി സ്റ്റേജസിൽ ഒരു ബിസിനസ്സിനും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടി ഫണ്ട് നീക്കി വെക്കാനുണ്ടാവില്ല. പ്രോഫിറ്റ് ഏൺ ചെയ്ത് തുടങ്ങുന്നതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ഡെവലപ്മെന്റിനെ കുറിച്ച് റിസർച്ച് ചെയ്യാനൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഓൺടർപ്രണേഴ്സിനും അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പുകൾക്കും ആവശ്യമായ സഹായങ്ങൾ നമ്മുടെ MSME പ്രോഗ്രാമുകളിലൂടെ, അതേപോലെ തന്നെ പ്രൊമോട്ടിംഗ് ഇന്നോവേഷൻസ് ഇൻ ഇൻഡിവിജ്വൽസ് ആ പ്രോഗ്രാമുകളിലൂടെ, അഡൽ ഇന്നോവേഷൻ മിഷനിലൂടെ, പിന്നെ അഡൽ ഇന്നോവേഷൻ സെന്റേഴ്സിന്റെ സഹായത്തിലൂടെ എല്ലാം ഇവർക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ സഹായം കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ മെന്ററിങ് സർവീസുകളും എക്സ്പേർട്ടുകളുടെ കയ്യിൽ നിന്ന് അവരുടെ എക്സ്പീരിയൻസ്, ഇവർക്കുള്ള സംശയങ്ങൾക്കുള്ള മറുപടികൾ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഗവൺമെന്റ് സ്കീമുകളിലൂടെയും നൽകാറുണ്ട്. പല പല ഫെയേഴ്സുകളിൽ നിന്നും ഇപ്പോൾ സ്റ്റാർട്ടപ്പുകളുടെ മേളകളൊക്കെ വെച്ച് നടത്താറുണ്ട്. ദെൻ പ്രൊവൈഡിങ് ബിസിനസ് സപ്പോർട്ട് സർവീസസ്. ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് സർവീസസ് വേണം. അപ്പോൾ ആ ബിസിനസ് സപ്പോർട്ട് സർവീസസ് ഇപ്പോൾ അതിൽ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട് സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഹബ്ബ്. നമ്മൾ ആ 19 പോയിന്റ് ആക്ഷൻ പ്ലാനിൽ പറഞ്ഞിരുന്നു എല്ലാ സംശയങ്ങൾക്കും കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഒരൊറ്റ സിംഗിൾ പോയിന്റ് റെഫറൻസ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഹബ്ബുകളിൽ ഗവൺമെന്റ് എൻറ്റിറ്റീസ് ആണെങ്കിലും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ്, ബാങ്ക്സ്, ഇൻക്യുബേറ്റേഴ്സ്, ആക്സിലറേറ്റേഴ്സ്, ലീഗൽ പാർട്ട്നേഴ്സ്, കൺസൾട്ടൻസ്, യൂണിവേഴ്സിറ്റീസ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവരെയെല്ലാം നമ്മൾക്ക് ഇവരുടെ സേവനങ്ങളെല്ലാം ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ നിന്ന് ലഭിക്കുന്നത് പോലെയാണ് ഹബ്ബുകൾ രൂപീകരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ആവശ്യമുള്ള സർവീസ് ഏത് വേണമെങ്കിൽ ഇവർക്ക് അതിൽ നിന്ന് അവൈൽ ചെയ്യാവുന്നതാണ്. ദെൻ റെഗുലേറ്ററി സപ്പോർട്ടാണ്. നമ്മൾക്ക് കൃത്യമായിട്ടുള്ള ഭരണ സംവിധാനങ്ങളെ കുറിച്ചിട്ട് ഇവർക്ക് പലപ്പോഴും ഓൺട്രപ്രണേഴ്സ് അവരുടെ സ്റ്റാർട്ടപ്പ് കമ്പനീസിൽ ഒരുപാട് നിയമങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അതിനെ എന്തൊക്കെ നിയമങ്ങളാണ് കവർ ചെയ്യുന്നത് എന്നൊന്നും പലപ്പോഴും അവർക്ക് അറിയാറില്ല. എന്നാൽ പല കാര്യങ്ങളും അവർക്ക് സെൽഫായിട്ട് തന്നെ സർട്ടിഫൈ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഇന്റർ മിനിസ്ട്രിയൽ ബോർഡിൽ നിന്നൊക്കെ സർട്ടിഫിക്കറ്റ് കിട്ടാറുണ്ട്. പിന്നെ ഇവർക്ക് 3 വർഷത്തേക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ അവരെ പല നിയന്ത്രണങ്ങളിൽ നിന്നും ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഒരു സ്റ്റാർട്ട് ചെയ്ത് ഒരു ബിസിനസ് എന്നുള്ള ഫോമിലേക്ക് എത്തുന്നത് വരെ അവർക്ക് യാതൊരു തരത്തിലുള്ള റെഗുലേറ്ററി ബേർഡനും വരരുത് എന്ന് വിചാരിച്ചാണ് പലപ്പോഴും ക്യാപിറ്റൽ ഗെയിനിനുള്ള ടാക്സിൽ നിന്ന് പോലും ഇവരെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം ഗവൺമെന്റ് പരമാവധി അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നു, റെഗുലേഷൻസിന് ഇളവുകളും നൽകുന്നു. ദെൻ പ്രൊട്ടക്ഷൻ ടു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, IPR-കൾ. അപ്പോൾ ഈ പ്രോഡക്റ്റിന്റെ പാറ്റേൺ ആണെങ്കിലും അല്ലെങ്കിൽ പ്രോസസ്സിന്റെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഫോർമുലാസ് ഉണ്ടെങ്കിൽ അത് അങ്ങനെ ഇവരുടേതായ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസിന് ഇവർക്ക് പാറ്റന്റ് എടുക്കാം. കാരണം മറ്റു കോമ്പറ്റേറ്റേഴ്സ് അത് അനുകരിക്കാതിരിക്കാൻ വേണ്ടിയും സിമിലർ പ്രോഡക്ട്സോ സിമിലർ നാച്ചർ ഓഫ് സർവീസോ മാർക്കറ്റിൽ കിട്ടാതിരിക്കാൻ വേണ്ടിയും. അപ്പോൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇനീഷ്യേറ്റീവ്സ് ഇപ്പോൾ ഇവർക്ക് അത് രജിസ്റ്റർ ചെയ്യാം. അതിനുവേണ്ടി അവർക്ക് ഫയലിംഗ്, പാറ്റന്റ്, ട്രേഡ് മാർക്ക് ആൻഡ് ഡിസൈൻ ബൈ ഇന്നോവേറ്റീവ് സ്റ്റാർട്ടപ്പ് ആൻഡ് ദെയർ പ്രൊട്ടക്ഷൻ, ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇവരുടെ പല പാറ്റന്റുകളെയും അല്ലെങ്കിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെയും ഗവൺമെന്റ് പ്രിസർവ് ചെയ്യാൻ സഹായിക്കുന്നത്. ദെൻ ലാസ്റ്റിൽ വരുന്നത് ഗ്ലോബൽ ടൈഅപ്സ് ആണ്. മൊത്തത്തിൽ ഇപ്പൊ നമ്മൾ ഇന്ത്യയിലുള്ള സ്റ്റാർട്ടപ്പുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് അഡൽ ഇന്നോവേഷൻ മിഷൻ. അപ്പൊ ഇവര് ലോകത്തിൽ മൊത്തമല്ല ഒരുപാട് സ്ഥലങ്ങളിൽ പുതിയ പുതിയ ആശയങ്ങളോ ടെക്നോളജികളും ബേസ് ചെയ്തിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പൊ G2G പാർട്ട്ണർഷിപ്പ്, ഗ്ലോബലി നമ്മൾ B2B പറയാറുണ്ട്, ബിസിനസ് ടു ബിസിനസ്. അതേപോലെ G2G പാർട്ട്ണർഷിപ്പ് നടത്താൻ വേണ്ടി സ്റ്റാർട്ടപ്പുകളെ നമ്മുടെ ഗവൺമെന്റ് പല രീതിയിലും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇനീഷ്യേറ്റീവ് ആണെങ്കിൽ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം വാസ് മെയ്ഡ് ഫോർ കണക്റ്റഡ് ടു ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം. ഇന്ത്യയിലെ സിസ്റ്റം ഗ്ലോബൽ സിസ്റ്റവുമായി കണക്ട് ചെയ്ത് പ്രവർത്തിക്കുന്ന അതിനു വേണ്ടി ഒരുപാട് സ്കീമുകളുണ്ട്. ഇവർക്ക് ഗ്ലോബലി എന്തെങ്കിലും ഉപദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും പ്രോഡക്റ്റിന്റെ പ്രോസസ്സുകളോ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ മോഡൽ അഡാപ്റ്റ് ചെയ്യാനോ അവർക്കും കൊളാബറേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ G2G കോമ്പിനേഷൻ നടത്താൻ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് സ്റ്റാർട്ടപ്പുകളെ സഹായിക്കുന്നുണ്ട് ഗ്ലോബൽ ടൈഅപ്പിനും.
അപ്പോൾ കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ഇപ്പോൾ പുതിയ പോളിസികളും സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഗവൺമെൻറ് കൊണ്ടുവരുന്ന സമയത്ത് എല്ലാ പോളിസിയിലും ഏത് സാമ്പത്തിക പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലും സ്റ്റാർട്ടപ്പിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിയിലുള്ള പോളിസിയാണ് ഇന്ത്യൻ ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്യുന്നത്. ദെൻ അവർക്ക് വേണ്ട അവരുടെ ഗ്രോത്തിന് വേണ്ട ഒരു ക്ലൈമറ്റ് നമ്മുടെ രാജ്യത്ത് ഒരുക്കി കൊടുക്കാനാണ് നമ്മളുടെ പല മിനിസ്ട്രികൾ, നമ്മളിപ്പോൾ കുറേ മിനിസ്ട്രികളുടെ പേര് ഇവിടെ പറഞ്ഞിരുന്നു. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇൻഫർമേഷൻ ടെക്നോളജി, അതുപോലെ തന്നെ ബയോടെക്നോളജി, അങ്ങനെ കുറേ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി, അങ്ങനെ ഏകദേശം 5 മിനിസ്ട്രികൾ ഇവർക്ക് വേണ്ടി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ആത്മനിർഭർ അതിൻ്റെ പ്രൊജക്റ്റ് എറൈസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ വിവിധ മന്ത്രാലയങ്ങളുടെ സഹായത്തോടു കൂടി സ്റ്റാർട്ടപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇക്കോസിസ്റ്റമാണ് ഇന്ന് ഇന്ത്യയിൽ നിലവിലുള്ളത്.